പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ KSRTC ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വിവരങ്ങളുമായി അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ വാഹന അപകടത്തിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അസീസ് 52 വയസ്സാണ്. അതുപോലെ തന്നെ ഈ ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന അയ്യപ്പൻകുട്ടി 62 വയസ്സാണ്. എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഒരാൾ വഴിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. അതിനുശേഷം ഒരാൾ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് മരണപ്പെടുന്നത്. 2 പേരുടെയും മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലാണുള്ളത്. അല്പസമയത്തിനകം മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. ഈ അപകടത്തിൽ പൂർണ്ണമായും ഓട്ടോ തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ തന്നെ നമുക്ക് കാണാം, പൂർണ്ണമായും ഓട്ടോ തകരുന്ന രീതിയാണ് ഉണ്ടായത്. പക്ഷെ എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നുള്ള കാര്യം വ്യക്തമല്ല. ഈ ദേശീയപാതയുടെ വളവിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ KSRTC ബസ്സും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുമോ എന്ന് പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരി അജിത്.